Hello friends, welcome to the seminar. Today we are going to discuss about least square fitting or fitting curves to data. Let's start. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് എന്തുവാന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ എക്സ്പെരിമെന്റ് നോക്കാം. ഈ സാമ്പിൾ എക്സ്പെരിമെന്റ് വഴി നമുക്ക് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ആദ്യം നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യും. ഈ സർക്യൂട്ട് അനുസരിച്ച് നമുക്ക് വോൾട്ടേജും കറണ്ടും ഔട്ട്പുട്ടായിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് വോൾട്ടേജും കറണ്ടും കിട്ടുന്നുണ്ട്. അതനുസരിച്ച് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. എക്സ് ആക്സിസിൽ വോൾട്ടേജും വൈ ആക്സിസിൽ കറണ്ടും എന്നുള്ള രീതിയിൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഓരോരോ പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ x1 y1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയും x2 y2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയും അങ്ങനെ x3 y3 ഇവിടെ x4 y4 ഇവിടെ അങ്ങനെ കിട്ടി. നമുക്ക് ഇതിനകത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ആണ് y1 y2 y3 y4 ഉം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് x2 x1 x2 x3 x4 എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് ഓംസ് ലോ അനുസരിച്ച് നമുക്ക് ഓംസ് ലോ അനുസരിച്ച് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴും, അതായത് വോൾട്ടേജും കറണ്ടുമായിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് ഓംസ് ലോ അനുസരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇത് നമ്മളൊന്ന് വരച്ച് നോക്കുമ്പോൾ ഒരു സിക്സാഗ് ലൈനാണ് കിട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുവാണ് നമ്മുടെ ഗ്രാഫ്, അല്ലേ? അതായത് നോക്കി, ഇങ്ങനെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് കിടക്കുന്നു, ഇല്ലേ? സത്യത്തിൽ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനായിരുന്നു കിട്ടേണ്ടത്, പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും ഡീവിയേഷൻ വന്നത്? എന്തുകൊണ്ടാണ് ഇതുമായിട്ട്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് സം എറേഴ്സ്, എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ എറേഴ്സ്. അങ്ങനെയുള്ള നമ്മൾ എടുത്തപ്പോൾ ഉണ്ടായ കുറേയധികം എറേഴ്സ് മൂലമാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് കിട്ടുന്നതിന് പകരം ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയത്. ഇതിനകത്ത് കുറേയധികം എറേഴ്സ് ഉണ്ട്. ഇത് എറേഴ്സ് മൂലമാണ് ഇത്രയും ഡീവിയേഷൻസ് ഉണ്ടാക്കിയത്. അപ്പം ഇങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അല്ലെങ്കിൽ ഫിറ്റിംഗ് കർവ്സ് ടു ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഏറ്റവും അടുത്തുള്ള നമുക്ക് വേണ്ട എങ്ങനെയാണോ നമുക്ക് വേണ്ടത്, ഗ്രാഫ് എങ്ങനെയായിരുന്നു നമുക്ക് വേണ്ടത്, ആ ഒരു ലൈൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. The least square fitting or the fitting curves to data is very popular method using which we can draw some kind of a curve which best fit a set of data points to minimize the errors associated with your set of data points. അപ്പോൾ നമ്മൾ ഈ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അനുസരിച്ച് നമ്മൾ എന്തുവാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എറേഴ്സ് കുറച്ചുകൊണ്ട് സാധാരണ ഇപ്പം നമ്മൾ ഓംസ് ലോ അനുസരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു കിട്ടേണ്ടത്. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഈ മെത്തേഡ് അനുസരിച്ച്. പക്ഷേ എറേഴ്സ് കുറച്ച് ഇതിനകത്ത് നോർമലി നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ വന്ന എറേഴ്സുകൾ മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ഗ്രാഫിൻ്റെ ഏത് ഗ്രാഫായി, ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെങ്കിൽ ഒരു കർവാണ്, എങ്ങനെയാണെന്നുള്ള ആ ഒരു പാരാബോളോ എങ്ങനെയാണെന്നുള്ള ആ ഒരു കർവ് അനുസരിച്ച് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത് ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അനുസരിച്ച്. ആ കിട്ടുന്ന ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തുവാണ്? അതിനകത്ത് എറേഴ്സ് മിനിമം ആയിരിക്കും. അതുകൂട്ട് തന്നെ നമ്മുടെ ആക്യുറേറ്റ് വാല്യൂയോട് അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഗ്രാഫായിരിക്കും അത്. അതിനകത്ത് നമ്മുടെ നേരത്തെ വന്ന എറേഴ്സ് എല്ലാം മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ആക്യുറേറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കർവായിരിക്കും നമുക്ക് കിട്ടുന്നത്. കർവോ അല്ലെങ്കിൽ ലൈനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഓംസ് ലോ അനുസരിച്ച് നമുക്ക് ഈ പോയിന്റ്സ് വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷെ ഇങ്ങനെ കിട്ടി. നമ്മൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് f(x) എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വെച്ചു. അപ്പം ഈ പോയിന്റ് x1 y1 എന്ന് പറയുന്ന പോയിന്റ് അനുസരിച്ച് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ പോയിന്റ് എന്തുവാണ്? ഇവിടെ വരും. അതായത് f(x1) എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് x2 y2 അനുസരിച്ച് ഇവിടെ പോയിന്റ് വരും. അത് f(x2) എന്ന് പറയുന്ന പോയിന്റും അതേപോലെ തന്നെ ഇവിടെ f(x3)
ഇവിടെ fx4 കിട്ടിയെന്ന് വെച്ചോ. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു യഥാർത്ഥത്, അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടേണ്ടതെന്നും ഈ പോയിന്റുകളായിരുന്നു, ഈ പോയിന്റുകൾ x1 y1 എല്ലാം ഇവിടെ നിൽക്കണമായിരുന്നു എന്നും നമ്മൾ അസ്യൂം ചെയ്തു. അപ്പം ഇവിടെ ഉള്ളപ്പോഴുള്ള f of x എന്ന് പറയുന്ന ലൈൻ്റെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്ന fx1 പിന്നെ fx2 fx3 fx4 ആണ്. ഇവിടെ നമുക്ക് അറിയാവുന്നത് x1 y1 x2 y2 x3 y3 മാത്രമാണ്. ഈ fx1 fx2 fx3 ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മളത് ജസ്റ്റ് അസ്യൂം ചെയ്തു എന്നേ ഉള്ളൂ. ഒരു ലൈൻ അസ്യൂം ചെയ്തു, അതിനകത്ത് ഇങ്ങനെ പോയിന്റുകൾ ഇവിടെ വരണമെന്ന് അസ്യൂം ചെയ്തു വരുന്നു. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത ആക്യുറേറ്റ് വാല്യൂ ആയിട്ടുള്ള fx1 നമുക്ക് കിട്ടിയ മെഷേർഡ് വാല്യൂ ആയിട്ടുള്ള x1 y1 തമ്മിലുള്ള ആ ഒരു എറർ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇത്രയും പോർഷനാണ് ആ ഒരു എറർ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് E1 ആയിട്ട് എടുത്തു. അതുകൊണ്ട് ഓരോ പോർഷൻ E2 E3 E4 നമ്മൾ എടുത്തു എന്ന് വെച്ചു. അങ്ങനെ നമ്മൾ E1 x1 ആവുന്ന പോയിന്റിൽ E1 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? y1 മൈനസ് fx1 എന്നാണ്. അതുകൊണ്ട് x2 ആകുന്ന പോയിന്റിലെ E2 എന്ന് പറയുന്നത് y2 മൈനസ് fx2 ആണ്. സത്യത്തിൽ നമുക്കിവിടെ ഉണ്ടായിരിക്കുന്ന എററുകളാണ് E1 E2 E3 എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കുണ്ടായ ടോട്ടൽ എറേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ എറേഴ്സ് ക്യാപിറ്റൽ E ഈക്വൽ ടു സിഗ്മ E എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പക്ഷേ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അല്ലേ, ഇവിടെ നമ്മൾ എറേഴ്സിൻ്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. ഈ E1 E2 എന്നുള്ളതിൻ്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. കാരണം നമുക്ക് എറേഴ്സ് ചിലപ്പോൾ പോസിറ്റീവോ ചിലപ്പോൾ നെഗറ്റീവോ അങ്ങനെ പല രീതിയിൽ കിട്ടാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോൾ ഒരു സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള രീതി നമുക്ക് കിട്ടുന്നു. ഇവിടെ നമ്മൾ സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എറേഴ്സിൻ്റെ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ എറേഴ്സിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന വഴി നമ്മുടെ ഇവിടെ ഉണ്ടായേക്കുന്ന എററുകൾ കുറയുകയും നമുക്ക് മിനിമൈസ് ചെയ്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, നമുക്ക് ഇതിനോട് അടുത്ത് നിൽക്കുന്ന അനുയോജ്യമായിട്ടുള്ള ഒരു കർവും ലൈനും സെറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എറേഴ്സിന്റെ സ്ക്വയർ എടുക്കുകയല്ലേ ചെയ്തത്. ഇവിടെ നമ്മൾ E1 എങ്ങനെ കണ്ടുപിടിച്ചത്? E1 ഈക്വൽ ടു y1 മൈനസ് fx1. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സിഗ്മ j yj മൈനസ് fxj the whole square അങ്ങനെ കിട്ടുമല്ലോ. ലെറ്റ് f of x എന്ന് പറയുന്നത് f of x എന്ന് പറയുന്നത് ax പ്ലസ് b എന്നാണ് വെച്ചോ. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്തോ ax പ്ലസ് b. അതിനകത്ത് a എന്ന് പറയുന്നത് എന്തുവാണ്? a എന്ന് പറയുന്ന സ്ലോപ്പ് ആണ്. ഇവിടെ b എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ആണ്, നമുക്കറിയാം. ഇവിടെയും നമ്മൾ f of x എന്ന് പറയുന്നത് ax പ്ലസ് b ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടും ആൻസർ അല്ലേ, ഈക്വൽ ടു സിഗ്മ j yj മൈനസ് axi പ്ലസ് b ദ ഹോൾ സ്ക്വയർ അങ്ങനെ നമുക്ക് കിട്ടുന്നു. ഇവിടെ നമുക്ക് a എന്ന് പറയുന്ന സ്ലോപ്പ് ആണെന്നും b എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടും അൺനോൺ ആണ്, നമുക്ക് അറിയത്തില്ല. ഇവിടെ നമുക്ക് yjയും xjയും മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ, എയും ബിയും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ആദ്യം എ വെച്ച് നമ്മൾ ഡെറിവേഷൻ എടുക്കുന്നു, പിന്നെ നമ്മൾ ബി വെച്ച് ഡെറിവേഷൻ എടുക്കുന്നു. അങ്ങനെ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻസ് കിട്ടുന്നു. അങ്ങനെയുള്ള ലീനിയർ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മളൊരു ലൈൻ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഓംസ് ലോയോട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അടുത്ത് നിൽക്കുന്ന ആക്യുറേറ്റ് വാല്യൂസുമായിട്ട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ആക്യുറേറ്റ് ഗ്രാഫുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കർവ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നു. ഇതാണ് ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിങ്ങിൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു മെത്തേഡ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് വേണ്ട ആക്യുറേറ്റ് കർവ് ആണോ അല്ലെങ്കിൽ ലൈൻ ആണോ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്.
തിയറിയിലോട്ട് നോക്കാം. സപ്പോസ് വി ഹാവ് എ സാമ്പിൾ ഓഫ് മെഷർമെന്റ്സ് yj. നമുക്കൊരു yj എന്ന് പറയുന്ന സാമ്പിൾ ഓഫ് മെഷർമെന്റ്സ് ഉണ്ട് ഫോർ എ നോൺ ടൈം tj. tj എന്ന് പറയുന്ന നോൺ ടൈമിലുള്ള സാമ്പിൾ ഓഫ് മെഷർമെന്റ്സ് ആണ് yj. ഇവിടെ നമ്മൾ ലീനിയർലി റെപ്രസെന്റ് ചെയ്യാം y ഈക്വൽ ടു at എന്ന്. ഇവിടെ a എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. ഇവിടെ എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് സിഗ്മ ജെ ഇൻറ്റു എ ടി ജെ മൈനസ് വൈ ജെ ദ ഹോൾ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ എ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലോപ്പ് അല്ലെങ്കിൽ സ്ലോപ്പ് പാരാമീറ്റർ, ഓൾസോ കാൾഡ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. ഇങ്ങനെ നമ്മൾ എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടി ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇതിനകത്തുനിന്ന് നമ്മൾ ഇനി എ കണ്ടുപിടിക്കാൻ പോവുക. അതായത് നമ്മുടെ സ്ലോപ്പ് പാരാമീറ്റർ എ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ടേം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുക വിത്ത് റെസ്പെക്ട് ടു എ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ എ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 സിഗ്മ ജെ എ ടി ജെ മൈനസ് വൈ ജെ ഇൻറ്റു ടി ജെ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതിനകത്തും നമുക്ക് എ എങ്ങനെ കണ്ടുപിടിക്കാം? എ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. സോൾവ് ചെയ്ത് കിട്ടുന്നത് സിഗ്മ ജെ ടി ജെ വൈ ജെ ബൈ സിഗ്മ ജെ ടി ജെ സ്ക്വയർ. ഇവിടെ ന്യൂമറേറ്റർ കാണിച്ചിരിക്കുന്നുണ്ടോ? ടി ജെയും വൈ ജെയും നമ്മൾ ആദ്യമേ എടുത്ത സാമ്പിൾ ഓഫ് മെഷർമെന്റ്സും ഫോർ എ നോൺ ടൈം അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് അല്ലേ. അതുകൊണ്ട് ഇതിനെ നമുക്ക് സാമ്പിൾ കോവേരിയൻസ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് എ എന്ന് പറയുന്ന സ്ലോപ്പ് പാരാമീറ്റർ കിട്ടി. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത് എങ്ങനെയാണ്? ടി ജെ നോൺ ആണ്, നമുക്കറിയാം. വൈ ജെ അതനുസരിച്ച് മെഷർ ചെയ്യുന്നു. അതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത കേസ്. അതനുസരിച്ച് നമുക്ക് ഇവിടെ പോയിന്റുകളായിരുന്നു, യഥാർത്ഥത്തിലുള്ള പോയിന്റ്സ് ഇവിടെ ആയിരുന്നു. അതിന് ഇത്രയധികം എറേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. ടി ജെ നോണും വൈ ജെ മെഷേർഡും ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്രാഫാണ്. ഓൾട്ടർനേറ്റീവ്ലി ലെറ്റ്സ് ടേക്ക് വൈ ജെ വാല്യൂസ് ആർ നോൺ. ആദ്യം നമ്മൾ വൈ ജെ എന്ന് പറയുന്നത് മെഷർമെന്റ്സ് ആണ്, സാമ്പിൾ ഓഫ് മെഷർമെന്റ്സ് ഫോർ എ നോൺ ടി ജെ ആയിരുന്നു എടുത്തത്. ഈ രണ്ടാമത്തെ കേസിൽ ടി ജെ എന്ന് പറയുന്നത് മെഷർമെന്റ് വാല്യൂസ് അല്ലെ മെഷേർഡ് വാല്യൂസ് ആണ്. ഇവിടെ നോൺ ആയിട്ടുള്ള അറിയാവുന്നത് വൈ ജെ മാത്രമാണ്. വൈ ജെ നോണും ടി ജെ എന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂസുമാണ്. അതനുസരിച്ച് നമുക്ക് നേരത്തെ y ഈസ് ഈക്വൽ ടു 18 എടുത്ത കൂട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നു t ഈക്വൽ ടു ബി വൈ എന്ന്. ഇങ്ങനൊരു ലീനിയർ ആയിട്ടുള്ള നമ്മളൊരു ഇക്വേഷൻ എടുത്തു. അതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗ്മ ബി വൈ ജെ മൈനസ് ടി ജെ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടി കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ സ്ക്വയർ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾ ബി കിട്ടി. നേരത്തെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിരുന്നു കിട്ടിയത്. ഇവിടെ ബി എന്ന് പറയുന്ന വേരിയബിൾ കിട്ടി. അങ്ങനെ നമ്മൾ ഇത് ബി അനുസരിച്ച് ബി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും സോൾവ് ചെയ്ത് ലാസ്റ്റ് ബി എന്ന് പറയുന്നത് സിഗ്മ ജെ ടി ജെ വൈ ജെ ബൈ സിഗ്മ ജെ വൈ ജെയുടെ സ്ക്വയർ ഇങ്ങനെ നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് കേസുകൾ ഇതായിരുന്നു. ആദ്യത്തെ കേസിൽ വൈ ജെ എന്ന് പറയുന്നത് അൺനോൺ ആണ്, ടി ജെ എന്ന് പറയുന്നത് നോൺ ആണ്. രണ്ടാമത്തെ കേസിൽ വൈ ജെ നോണും ടി ജെ എന്ന് പറയുന്നത് അൺനോണുമാണ്. ആദ്യത്തെ കേസ് നമുക്ക് y ഈക്വൽ ടു 80 എന്ന് പറയുന്ന ഒരു ലീനിയർ ഇക്വേഷൻ അസ്യൂം ചെയ്തു. അതനുസരിച്ച് നമ്മൾ സ്ലോപ്പ് പാരാമീറ്റർ എ എങ്ങനെ കണ്ടുപിടിച്ചു? സിഗ്മ ജെ ടി ജെ വൈ ജെ ബൈ സിഗ്മ ജെ ടി ജെ സ്ക്വയർ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് കേസിലും നമുക്ക് ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ കിട്ടി. അതനുസരിച്ച് ബി ഈക്വൽ ടു സിഗ്മ ജെ ടി ജെ വൈ ജെ ബൈ സിഗ്മ ജെ വൈ ജെ സ്ക്വയർ അങ്ങനെ കിട്ടുന്നു. ആദ്യത്തെ
കേസ് അനുസരിച്ച്, അതായത് വൈ ജെ അൺനോണും ടി ജെ നോൺ അനുസരിച്ച് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. എറേഴ്സും എല്ലാമായിട്ടുള്ള ഒരു ഗ്രാഫ് ഇങ്ങനെ കിട്ടി. സെക്കൻഡ് കേസിലെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നു. ടി ജെ അൺനോണും വൈ ജെ നോണും ആയിട്ടുള്ള കേസിലെ ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ രണ്ട് കേസ് കൺസിഡർ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടി ജെയും വൈ ജെയ്ക്കകത്തും എറേഴ്സ് ഉണ്ട്. ടി ജെയുടെ കേസ് എടുത്താലും വൈ ജെയുടെ കേസ് എടുത്താലും എറേഴ്സ് ഉണ്ട്. അങ്ങനെ എറേഴ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ കേസിൽ വൈ ജെ അൺനോണും ടി ജെ നോൺ എന്നും പറഞ്ഞുകൊണ്ടെടുത്ത്, പിന്നെ വൈ ജെ നോണും ടി ജെ അൺനോൺ എന്നും പറഞ്ഞെടുത്ത് രണ്ട് കേസുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പ്ലോട്ട് ചെയ്ത് കിട്ടിയത്. അങ്ങനെ രണ്ടിൻ്റെ എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ രണ്ടും കൂടെ മിനിമൈസ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഏകദേശം ഇങ്ങനത്തെ രീതിയിൽ ഒരു ലൈൻ കിട്ടി. എറേഴ്സ് രണ്ടും കൂടെ സോൾവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ലൈനാണ് കിട്ടിയത്, ഗ്രാഫാണ് കിട്ടിയത്. ഇതാണ് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അനുസരിച്ച് ചെയ്ത് ലാസ്റ്റ് റിസൾട്ട് കിട്ടിയ ഗ്രാഫ് ഇതാണ്. അങ്ങനെ രണ്ട് കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇവിടെ ടി ജെയും വൈ ജെയും നോണും അൺനോണും ആയിട്ട് എടുത്തു, കാരണം രണ്ടിനകത്തും എറേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ എറേഴ്സ് നമ്മൾ മിനിമൈസ് ചെയ്തു, സ്ക്വയർ ചെയ്തൊക്കെ മിനിമൈസ് ചെയ്തു. ലാസ്റ്റ് നമുക്ക് എറേഴ്സ് ഒക്കെ കൂടെ കുറഞ്ഞ് ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നു. ഇവിടുത്തെ ആർ എം എസ് ഡീവിയേഷൻ ഫ്രം ദ ഫിറ്റഡ് ലൈൻ എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ജെ വൈ ജെ മൈനസ് എ ടി ജെ ദ ഹോൾ സ്ക്വയർ ബൈ എൻ മൈനസ് 1. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ആർ എം എസ് അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ഫ്രം ദ ഫിറ്റഡ് ലൈൻ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് സിഗ്മ. We know Tj and Yj have errors. നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് കേസുകളിലും ടി ജെക്കും വൈ ജെക്കും എറേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്തിട്ട് എറേഴ്സ് കുറച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ലൈൻ പ്ലോട്ട് ചെയ്തെടുത്തത്. ഈ ലൈന് ഒരു പാരാമെട്രിക് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ടി സൈൻ ആൽഫ മൈനസ് വൈ കോസ് ആൽഫ ഈക്വൽ ടു 0 അങ്ങനെ കിട്ടുന്നു. നെക്സ്റ്റ് നമ്മുടെ നോട്ടിനകത്ത് വേറൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് അനുസരിച്ച് geometrically that the line has to be drawn so that the sum of squares of the distances dj of the points tj yj from the line become a minimum. അതായത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത് പോയിന്റ് ഒക്കെ കൺസിഡർ ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് സിഗ്സാഗ് ആയിട്ടുള്ള ലൈൻ ആയിരുന്നു കിട്ടിയത്. പിന്നെ നമ്മളത് ആക്യുറേറ്റ് ആയിട്ട് ഏകദേശം ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത്. ആദ്യത്തെ സാമ്പിൾ എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമ്മളിങ്ങനെയല്ലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഉണ്ടായ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ, ആ എററിന്റെ ഡിസ്റ്റൻസ് നമ്മുടെ ആക്ച്വൽ പോയിന്റ് ടി ജെയും വൈ ജെയും ഇവിടെ ആയിരിക്കുന്നതെന്ന് വെച്ചോ. അതും നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ റിസൾട്ട് കിട്ടിയ ആ ഒരു ഗ്രാഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ആ ഡിസ്റ്റൻസിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡിസ്റ്റൻസ് ഡി ജെ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡിസ്റ്റൻസസ് ഡി ജെ ഓഫ് ദ പോയിന്റ്സ് ടി ജെ വൈ ജെ ഫ്രം ലൈനിൽ നിന്നുള്ള ടി ജെ വൈ ജെയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഡി ജെയുടെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഡി ജെ ഇസ് ഈക്വൽ ടു ടി ജെ സൈൻ ആൽഫ മൈനസ് വൈ ജെ കോസ് ആൽഫ എന്ന് കിട്ടുന്നു. എന്തുവാ? ഡി ജെ ഇസ് ഈക്വൽ ടു ടി ജെ സൈൻ ആൽഫ മൈനസ് വൈ ജെ കോസ് ആൽഫ. നമ്മൾ പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മിനിമം അല്ലേ, അതായത് സിഗ്മ ജെ ഡി ജെ സ്ക്വയർ ഈക്വൽ ടു മിനിമം. ഇപ്പൊ എന്തുവായിരുന്നു പറഞ്ഞത്? നമ്മൾ ഒരു പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്തെടുത്തു. ടി സൈൻ ആൽഫ മൈനസ് വൈ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 0. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്തുവായിരുന്നു? ദ ലൈൻ ഡ്രോൺ നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡിസ്റ്റൻസസ് ഡി ജെ ഓഫ് ദ പോയിന്റ്സ് ടി ജെ വൈ ജെ ഫ്രം ദ ലൈൻ. അതായത് ടി ജെ വൈ ജെയിൽ നിന്നും നമ്മൾ ഒറിജിനൽ പോയിന്റ് ആയിട്ടുള്ള ടി ജെ വൈ ജെയിൽ നിന്ന് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തെടുത്ത ആ ഒരു ലൈനുമായിട്ടുള്ള ഡിസ്റ്റൻസിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഡി ജെയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ടി ജെ സൈൻ ആൽഫ മൈനസ് വൈ ജെ കോസ് ആൽഫ എന്ന് കിട്ടുന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ സിഗ്മ ജെ ഡി ജെ സ്ക്വയർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആംഗിളിന്റെ
ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിൽ ആംഗിൾ വെച്ചിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തിട്ട് അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു ഇക്വേഷൻ സിഗ്മ ജെ ടി ജെ സൈൻ ആൽഫ മൈനസ് വൈ ജെ കോസ് ആൽഫ ഇൻറ്റു ടി ജെ കോസ് ആൽഫ പ്ലസ് വൈ ജെ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു 0. അത് നമ്മൾ സോൾവ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ടാൻ 2 ആൽഫ എന്ന് പറയുന്നത് 2 സിഗ്മ ജെ ടി ജെ വൈ ജെ ബൈ സിഗ്മ ജെ ടി ജെ സ്ക്വയർ മൈനസ് വൈ ജെ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇതിനകത്ത് നമ്മൾ ഡെറൈവ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ, ഈ ലാസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ടാൻ 2 ആൽഫ ഈക്വൽ ടു 2 സിഗ്മ ജെ ടി ജെ വൈ ജെ ബൈ സിഗ്മ ജെ ടി ജെ സ്ക്വയർ മൈനസ് വൈ ജെ സ്ക്വയർ. The least squares fitting are used when the measurement errors are unknown. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത രണ്ട് കേസുകളിലും മെഷർമെൻറ്റ് എറേഴ്സ് അൺനോൺ ആയിട്ടുള്ള കേസുകളിലാണ് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് വെച്ചിട്ടാണ് നമ്മൾ ടി ജെയും വൈ ജെയുടെയും നമ്മൾ കൺസിഡർ ചെയ്തു. ആദ്യം ഒരെണ്ണം നോണും ഒരെണ്ണം അൺനോണും ആയിട്ട് എടുത്തു, പിന്നെയും ഒരു നോണും അൺനോണും ആയിട്ട് എടുത്തു. ഈ അൺനോൺ ആയിട്ട് നിൽക്കുന്ന എല്ലാം മെഷർമെൻറ്റ് എറേഴ്സ് ആണ്, അല്ലെങ്കിൽ മെഷേർഡ് വൺസ് ആണ് അൺനോൺ ആയിട്ട് നിൽക്കുന്നത്. More precisely, the least squares method is a maximum likelihood estimate of the fitted parameters when it is reasonable to assume that the errors are independent and normally distributed with the same deviation for all points. നമ്മൾ നേരത്തെ കണ്ട കേസിലൊക്കെ എന്ന് പറയുന്നത് അൺനോൺ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന എല്ലാ മെഷർമെൻറ്റ് എറേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ മെഷർമെൻറ്റ് വാല്യൂസ് ആയിരുന്നു. ഇപ്പം നമ്മൾ എടുക്കുന്ന എറേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡും അതുകൊണ്ട് എല്ലാ പോയിന്റ്സിലും സെയിം ഡീവിയേഷൻ കാണിക്കുന്നതുമാണ് എങ്കിൽ നമ്മൾ ഈ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിങ്ങിനേക്കാൾ ഇത്തിരി കൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ക്വയർ ഫിറ്റിംഗ് ആയിട്ടുള്ള കൈ സ്ക്വയർ ഫിറ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അടുത്ത സെക്ഷനും അത് തന്നെയാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരെണ്ണം മെഷേർഡ് വാല്യൂസ് അൺനോൺ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നമ്മുടെ ആക്ച്വലായിട്ട് കിട്ടേണ്ട രീതിയിൽ ഏകദേശം ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയോ ചെയ്തത്. പക്ഷേ ഇതിൽ ഇത്തിരി കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കേസാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കൈ സ്ക്വയർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്.